മോശം പടം എന്ന് പറഞ്ഞാൽ മണിരത്നത്തിനൊരു താല്പര്യമില്ല, അഭിനയിച്ച കമലഹാസനൊരു താല്പര്യമില്ല, റഹ്മാന് വയ്യ. പുള്ളി എന്തോ ഇതിനകത്ത് സ്കോറും പാട്ടും ചെയ്തേക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഡീഗ്രേഡിങ് നെഗറ്റിവിറ്റി ഒന്നും അല്ല, ഇത് പടം കൊള്ളൂല, മോശം പടം. ഇത് നാളെ ചിലപ്പോൾ ചോട്ട മുമ്പേ ഇറങ്ങി ഇതിനേക്കാളും ഹിറ്റായി പോകും. അത്ര മോശം പടം. സൂപ്പർ വെച്ചാൽ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഗ്ലാമർ ഒന്നും പറയില്ല, അടിപൊളിയായിരുന്നു. പഴയ പടം വെച്ച് നോക്കാൻ 10% പോലെ ഒരു ഗാങ്സ്റ്റർ പടം വെച്ച് നോക്കണമെങ്കിൽ കൊള്ളൂല, ഒട്ടും പോരാ, ഒട്ടും കൊള്ളൂല, അത്രേ ഉള്ളൂ. നല്ല പടം ആവറേജ് പടമാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കമ്പയർ ചെയ്യണത് ഉറപ്പായിട്ടും മണിരത്നത്തിൻ്റെ പഴയ പടമായിട്ടാണ്. പഴയ പടം വെച്ച് നോക്കാൻ 10% പോലെ ഒരു ഗാങ്സ്റ്റർ പടം വെച്ച് നോക്കണമെങ്കിൽ ആവറേജ് ഒന്നാണ്. കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടില്ല. അടിപൊളി മ്യൂസിക് ആയിരുന്നു. ഫസ്റ്റ് മൂവി സൂപ്പറായിരുന്നു. നമ്മൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, അടിപൊളി. ലാസ്റ്റ് വരെ ഇരുന്ന് കേട്ടുപോയി. ഫൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല ആക്ഷൻ മൂവിയാണ്. കമലഹാസൻ്റെ ഒക്കെ ആക്ടിങ്, ആ ഒരു മേക്കപ്പ് വർക്ക് അടിപൊളിയായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഗ്ലാമർ ഒന്നും പറയില്ല, അടിപൊളിയായിരുന്നു. ജോജുവിൻ്റെ അഭിനയം അടാർ, ഒരു രക്ഷയില്ല, സൂപ്പർ അഭിനയമായിരുന്നു. പടം അടിപൊളിയാണ്, കുഴപ്പമില്ല. അത് ജസ്റ്റ് ഒരു ഡിലേ പോലെയൊക്കെ തോന്നി ഫസ്റ്റ് ഹാഫിൽ. ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, കുഴപ്പമില്ല. ഓക്കെ, കൊള്ളാം. സ്റ്റോറിയിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കിയെല്ലാം ബെസ്റ്റാണ്. മണിരത്ന പടം എന്താണോ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഏറെ ഹോളിവുഡ് സ്റ്റൈലാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്, എല്ലാം ബെസ്റ്റ് ആയിട്ടുണ്ട്. സ്റ്റോറി മാത്രം വീക്ക്നെസ് ഉണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഊസം പ്രതീക്ഷിക്കൽ ഇമോഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. നെഗറ്റീവ് വരുന്നുണ്ട്, കാരണം സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, സ്ലോ ആണ്. പിന്നെ ഡ്യൂറേഷനും കുറച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി. ഡീസന്റ് മൂവി. ഇത്ര നെഗൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇത്രയും നെഗറ്റിവിറ്റി എല്ലാവരും പറയുന്നതെന്ന് മനസ്സിലായില്ല. ഭയങ്കര ഡീസന്റ് പടമല്ലേ, കണ്ടിരിക്കുന്ന പുള്ളിയുടെ മെയിൻ മണിരത്നം സാധനങ്ങളൊക്കെ തന്നെ അല്ലേ. വലിയ ഗുണമില്ലായിരുന്നു, ആസ് എക്സ്പെക്റ്റഡ് അല്ല. പിന്നെ വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. സ്ക്രീൻ പ്രസൻസ് ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ ഒരു സ്റ്റോറി ലൈൻ എനിക്ക് വലിയ ഇഷ്ടമായില്ല. പ്രതീക്ഷിച്ചത്ര മാസമൊന്നുമില്ല, അങ്ങനെയില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. തഗ് ലൈഫ് മോശം പടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീമിൽ നിന്ന് ഇതല്ല പ്രതീക്ഷ. മണിരത്നത്തിനൊരു താല്പര്യമില്ല, അഭിനയിച്ച കമലഹാസനൊരു താല്പര്യമില്ല, കാസ്റ്റിന് ഒരു താല്പര്യമില്ല ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയാനായിട്ട്. റഹ്മാന് വയ്യ. പുള്ളി എന്തോ ഇതിനകത്ത് സ്കോറും പാട്ടും ചെയ്തേക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഒരു വല്ലാത്തൊരു പടം, ഒരു വേസ്റ്റ് പടം. എന്നുവെച്ചാൽ ഈ ഒരു മണിരത്നത്തിനൊരു ക്രാഫ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ സിനിമകൾ നമ്മൾ കണ്ടത് നമുക്കറിയാം. അതൊക്കെ വെച്ച് നോക്കിയാൽ പുള്ളിക്കാരൻ ഗാങ്സ്റ്റർ മൂവീസൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ള ആളല്ലേ. ചെക്കച്ചിവന്ത വാനമൊക്കെ എടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അടിപൊളിയായിട്ട് തോന്നും. ഇത് ഒന്നിനും കൊള്ളത്തില്ല. ക്ലൈമാക്സിൽ ആ വിൻവിഴി നായക എന്നൊക്കെ പുള്ളിക്കാരൻ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുമ്പോഴേക്കും ആ പാട്ട് ചിരിയായിരുന്നു. തിയേറ്റർ ഫുള്ള് വൻ കോമഡി. ഇത്ര ലാഗും ബോറടിച്ച് ഒന്നിനും കൊള്ളില്ല, വേസ്റ്റോടെ. ഡീഗ്രേഡിങ് നെഗറ്റിവിറ്റി ഒന്നും അല്ല, ഇത് പടം കൊള്ളൂല, മോശം പടം. ഇത് നാളെ ചിലപ്പോൾ ചോട്ട മുമ്പേ ഇറങ്ങി ഇതിനേക്കാളും ഹിറ്റായി പോകും. അത്ര മോശം പടം.